ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നതാണ് ഡിഗ്രിക്ക് പാസ്സാവാൻ എത്ര പെർസെൻറ്റേജ് വേണം അല്ലെങ്കിൽ എത്ര മാർക്കാണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തതാണ്, എങ്കിൽ കൂടി ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരു വട്ടം കൂടി ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ റെഗുലേഷനിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ബിലോ 35% ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ പെർസെൻറ്റേജ് ഓഫ് മാർക്കാണ്, അപ്പോൾ ബിലോ 35% ആണെങ്കിൽ ഫെയിലായി. അപ്പോൾ 35%ൻ്റെ താഴേക്കാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി ആ സബ്ജക്റ്റിൽ ഫെയിലാകും. 35 to 45%ൻ്റെ ഇടയിലാണ് മാർക്ക് ഉള്ളത് എങ്കിൽ പാസ്സാകും. ഓക്കെ, അപ്പോൾ ഒരു കുട്ടിക്ക് ഒരു സബ്ജക്റ്റിൽ കിട്ടിയ മാർക്ക് എബോവ് 35% ആണെന്നുണ്ട് എങ്കിൽ ഇൻറ്റേർണലും എക്സ്റ്റേണലും കൂടിയിട്ടാണ് ടൈപ്പ് പറയുന്നത്. ഇൻറ്റേർണലും എക്സ്റ്റേണലും കൂടിയിട്ട് എബോവ് 35% ആണെന്നുണ്ടെങ്കിൽ ആ കുട്ടി ആ പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ പാസ്സാകും. പിന്നെ ഇതിൽ ഓരോ ഗ്രേഡ്, നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് ആണ് അതിനനുസരിച്ച് ഗ്രേഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാകും. ഇനി ഒരു സബ്ജക്റ്റിൻ്റെ മാക്സിമം മാർക്ക് 100 ആണെന്ന് വിചാരിക്കുക. ആ 100 മാർക്കിന് നടക്കുന്ന അല്ലെങ്കിൽ 100 മാർക്കിൻ്റെ ആ സബ്ജക്റ്റിന് 80 മാർക്കിനാണ് എക്സാം ഉണ്ടാവുക. അഥവാ എക്സ്റ്റേണൽ 80 മാർക്കിലാണ്. ഇൻറ്റേർണലും എക്സ്റ്റേണലും കൂടിയിട്ട് 35 മാർക്ക്. അപ്പോൾ 100-ൽ ഇൻറ്റേർണലും എക്സ്റ്റേണലും കൂടിയിട്ട് 35 മാർക്ക് മേടിക്കണം പാസ്സാവണമെന്നുണ്ടെങ്കിൽ. ഇനി എക്സ്റ്റേണലിൽ മാത്രം എക്സ്റ്റേണലിൽ മിനിമം 20% വേണം. 80-ൻ്റെ 20%, അഥവാ 16 മാർക്കെങ്കിലും എക്സ്റ്റേണലിൽ മിനിമം ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു കുട്ടിക്ക് 16 മാർക്ക് 80-ൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻറ്റേർണൽ 19 ഉണ്ട് എങ്കിൽ ആ കുട്ടി ആ സബ്ജക്റ്റിൽ പാസ്സാവും. ഓക്കെ, അപ്പോൾ എക്സ്റ്റേണലിൽ 80-ൽ മിനിമം 16-ഉം ബാക്കി ഇൻറ്റേർണൽ ഉണ്ട് എങ്കിൽ പാസ്സാവും. ഇപ്പോൾ ഇനി എക്സ്റ്റേണൽ എത്ര മാർക്ക് കൂടുന്നുവോ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ പെർസെൻറ്റേജും കൂടും. ഓക്കെ, ഇനി 75%ൻ്റെ മാക്സിമം മാർക്കുള്ള സബ്ജക്റ്റിലാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ B.Sc, BA സബ്ജക്റ്റുകൾക്കൊക്കെ എക്സാം നടക്കുന്നത് 60-ലാകും. എക്സ്റ്റേണൽ എക്സാം നടക്കുന്നത് 60-ലാകും. ഇൻറ്റേർണലും എക്സ്റ്റേണലും കൂടിയിട്ട് 75 മാർക്കാകും. ഓക്കെ, അപ്പോൾ ഇൻറ്റേർണലും എക്സ്റ്റേണലും കൂടിയിട്ട് 27 മാർക്കാണ്. 26 പോയിൻറ്റ് സംതിങ് ആണ്. അപ്പോൾ സംതിങ് ആ പോയിൻ്റ് എന്നുള്ളത് ഒഴിവാക്കിയിട്ട് നമ്മൾ 27 മാർക്ക് പാസ്സാവാൻ വേണം. അപ്പോൾ ഇൻറ്റേർണലും എക്സ്റ്റേണലും കൂടിയിട്ട് 27 മാർക്ക് ഉണ്ടാവണം എങ്കിലാണ് 35% ആവുക. ദെൻ എക്സ്റ്റേണലിൽ മിനിമം 12 മാർക്കെങ്കിലും വേണം. അപ്പോൾ 60-ൽ നടക്കുന്ന എക്സാമിൽ മിനിമം 12 മാർക്കും ഇൻറ്റേർണൽ 15 മാർക്കും നിങ്ങൾക്കുണ്ട് എങ്കിൽ ആ പർട്ടിക്കുലർ സബ്ജക്റ്റിൽ പാസ്സാവും. ഓക്കെ, അപ്പോൾ ഇതാണ് പാസ് മാർക്കിൻ്റെ ഒരു ഇത്. അപ്പോൾ പാസ് മാർക്ക് മാത്രം ഉണ്ടായാൽ പോരാ, നിങ്ങൾക്ക് PGക്കോ അല്ലെങ്കിൽ മറ്റുള്ള കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ മിനിമം 50% എങ്കിലും മാർക്ക് വേണം. അപ്പോൾ എബോവ് 50% മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇത്ര ജസ്റ്റ് പാസ് മാർക്ക് മാത്രമേ 35% ഉള്ളൂ. അപ്പോൾ പാസ്സായാൽ മാത്രം പോരാ, നിങ്ങൾ ഹയർ എഡ്യൂക്കേഷന് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എബോവ് 50% മാർക്ക് വേണം. അപ്പോൾ ആ രീതിയിൽ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.